ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എവരിഡേ ആൻഡ് കാൽക്കുലേറ്റിംഗ്. 2025 ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടുത്തിയുള്ള 37ാമത്തെ വീഡിയോയാണിത്. ഇതിന് മുൻപത്തെ വീഡിയോസിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ചോദ്യങ്ങളിലേക്ക് കടക്കും മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ചോദ്യങ്ങളിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, 2025 ഇടുക്കി ജില്ലയിൽ നിന്നും ഗവേഷകർ കണ്ടെത്തിയ പുതിയ സസ്യമാണ് ഇക്സോറ ഗാഡ്ഗിലിയാന. 2025 ഇടുക്കി ജില്ലയിൽ നിന്നും ഗവേഷകർ കണ്ടെത്തിയ പുതിയ സസ്യമാണ് ഇക്സോറ ഗാഡ്ഗിലിയാന. വ്യോമസേനയുടെ ജാഗ്വാർ സ്ക്വാഡ്രണിൽ സ്ഥിരമായി നിയമിതയായ ആദ്യത്തെ വനിതാ പൈലറ്റാണ് തനുഷ്ക സിംഗ്. വ്യോമസേനയുടെ യുദ്ധവിമാന ജാഗ്വാർ സ്ക്വാഡ്രണിൽ സ്ഥിരമായി നിയമിതയായ ആദ്യത്തെ വനിതാ പൈലറ്റാണ് തനുഷ്ക സിംഗ്. ഇന്ത്യൻ വ്യോമസേനയിലെ സൂപ്പർസോണിക് ജെറ്റ് അറ്റാക്ക് എയർക്രാഫ്റ്റ് ആണ് ജാഗ്വർ എന്ന് പറയുന്നത്. വ്യോമസേനയുടെ ജാഗ്വർ യുദ്ധവിമാന സ്ക്വാഡ്രണിൽ സ്ഥിരമായി നിയമിതയായ ആദ്യത്തെ വനിതാ പൈലറ്റാണ് തനുഷ്ക സിംഗ്. യുദ്ധവിമാന പൈലറ്റുമാർക്ക് വേണ്ടി ഓൺബോർഡ് ഓക്സിജൻ ജനറേറ്റിംഗ് സിസ്റ്റം തദ്ദേശീയമായി വികസിപ്പിച്ചത് ഡിഫൻസ് ബയോ എഞ്ചിനീയറിംഗ് ഇലക്ട്രോമെഡിക്കൽ ലബോറട്ടറിയാണ്. യുദ്ധവിമാന പൈലറ്റുമാർക്ക് വേണ്ടി ഓൺബോർഡ് ഓക്സിജൻ ജനറേറ്റിംഗ് സിസ്റ്റം തദ്ദേശീയമായി വികസിപ്പിച്ചത് DRDOയ്ക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന ഡിഫൻസ് ബയോ എഞ്ചിനീയറിംഗ് ഇലക്ട്രോമെഡിക്കൽ ലബോറട്ടറിയാണ്. യുദ്ധവിമാന പൈലറ്റുമാർക്ക് വേണ്ടി ഓൺബോർഡ് ഓക്സിജൻ ജനറേറ്റിംഗ് സിസ്റ്റം തദ്ദേശീയമായി വികസിപ്പിച്ചത് DRDOയ്ക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന ഡിഫൻസ് ബയോ എഞ്ചിനീയറിംഗ് ഇലക്ട്രോമെഡിക്കൽ ലബോറട്ടറിയാണ്. KSRTCയുടെ പുതിയ ടോൾ ഫ്രീ നമ്പർ 149 ആണ്. KSRTCയുടെ പുതിയ ടോൾ ഫ്രീ നമ്പറാണ് 149. ISROയിലെ സയന്റിഫിക് സെക്രട്ടറിയും ഡയറക്ടറേറ്റ് ഓഫ് ടെക്നോളജി ഡെവലപ്മെന്റ് ഇന്നൊവേഷൻ ഡയറക്ടറുമായി നിയമിതനായത് M ഗണേഷ് പിള്ളയാണ്. ISROയിലെ സയന്റിഫിക് സെക്രട്ടറിയും ഡയറക്ടറേറ്റ് ഓഫ് ടെക്നോളജി ഡെവലപ്മെന്റ് ഇന്നൊവേഷൻ ഡയറക്ടറുമായി നിയമിതനായത് M ഗണേഷ് പിള്ളയാണ്. ടാറ്റ കമ്മ്യൂണിക്കേഷൻസ് ചെയർമാനായി നിയമിതനായത് N ഗണപതിയാണ്. ടാറ്റ കമ്മ്യൂണിക്കേഷൻസ് ചെയർമാനായി നിയമിതനായത് N ഗണപതി. ഇസ്ലാമിക നിയമം ആധാരമാക്കിയുള്ള താൽക്കാലിക ഭരണഘടന പ്രഖ്യാപിച്ച രാജ്യം സിറിയയാണ്. ഇസ്ലാമിക നിയമം ആധാരമാക്കിയുള്ള താൽക്കാലിക ഭരണഘടന പ്രഖ്യാപിച്ച രാജ്യം സിറിയ. ലോറസ് വേൾഡ് സ്പോർട്സ് പുരസ്കാരത്തിനുള്ള ചുരുക്കപ്പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ഋഷഭ് പന്താണ്. ലോറസ് വേൾഡ് സ്പോർട്സ് പുരസ്കാരത്തിനുള്ള ചുരുക്കപ്പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ഋഷഭ് പന്താണ്. കളിക്കളത്തിലെ ഏറ്റവും മികച്ച തിരിച്ചുവരവിനുള്ള കംബാക്ക് ഓഫ് ദി ഇയർ പുരസ്കാരത്തിനാണ് ഋഷഭ് പന്തിന് നോമിനേഷൻ ലഭിച്ചത്. കളിക്കളത്തിലെ ഏറ്റവും മികച്ച തിരിച്ചുവരവിനുള്ള കംബാക്ക് ഓഫ് ദി ഇയർ പുരസ്കാരത്തിനാണ് ഋഷഭ് പന്തിന് നോമിനേഷൻ ലഭിച്ചത്. സച്ചിൻ ടെണ്ടുൽക്കർക്ക് ശേഷം ലോകത്തിലെ ഏറ്റവും മികച്ച താരങ്ങൾക്ക് നൽകുന്ന ലോറസ് പുരസ്കാരത്തിന് നോമിനേഷൻ ലഭിക്കുന്ന രണ്ടാമത്തെ ക്രിക്കറ്റ് താരമാണ് ഋഷഭ് പന്ത്. ലോറസ് വേൾഡ് സ്പോർട്സ് പുരസ്കാരത്തിനുള്ള ചുരുക്കപ്പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ഋഷഭ് പന്താണ്. 2025 ലോക പാരാ അത്ലറ്റിക്സ് ഗ്രാൻഡ് പ്രിക്സിന് ആതിഥേയത്വം വഹിക്കുന്നത് ന്യൂഡൽഹിയാണ്. 2025 ലോക പാരാ അത്ലറ്റിക് ഗ്രാൻഡ് പ്രിക്സിന് ആതിഥേയത്വം വഹിക്കുന്നത് ന്യൂഡൽഹിയാണ്. ഹ്യൂഗോ അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഗ്വാട്ടിമാലയാണ്. ഹ്യൂഗോ അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഗ്വാട്ടിമാല. ICC ചാമ്പ്യൻസ് ട്രോഫി 2025 കിരീട ജേതാക്കൾ ഇന്ത്യയാണ്. ഇന്ത്യയുടെ മൂന്നാമത് ചാമ്പ്യൻസ് ട്രോഫി കിരീടമാണ് 2025 ഇന്ത്യ ഫൈനലിൽ പരാജയപ്പെടുത്തിയത് ന്യൂസിലൻഡിനെയാണ്. ICC ചാമ്പ്യൻസ് ട്രോഫി 2025
കിരീട ജേതാക്കൾ ഇന്ത്യയാണ്. ഇന്ത്യയുടെ മൂന്നാമത് ചാമ്പ്യൻസ് ട്രോഫി കിരീടമാണ് 2025 ഇന്ത്യ ഫൈനലിൽ പരാജയപ്പെടുത്തിയത് ന്യൂസിലൻഡിനെയാണ്. 2025 ചാമ്പ്യൻസ് ട്രോഫി ടൂർണമെന്റിന് ആതിഥേയത്വം വഹിച്ച രാജ്യം പാകിസ്ഥാനാണ്. 2025 ചാമ്പ്യൻസ് ട്രോഫി ടൂർണമെന്റിന് ആതിഥേയത്വം വഹിച്ച രാജ്യം പാകിസ്ഥാനാണ്. എന്നാൽ 2025 ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയുടെ മത്സരങ്ങൾക്ക് വേദിയായത് ദുബായ് ആണ്. 2025 ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയുടെ മത്സരങ്ങൾക്ക് വേദിയായത് ദുബായ് ആണ്. എന്നാൽ ചാമ്പ്യൻസ് ട്രോഫി ടൂർണമെന്റിന് ആതിഥേയത്വം വഹിച്ച രാജ്യം പാകിസ്ഥാനാണ്. ഇന്ത്യയുടെ മത്സരങ്ങളെല്ലാം തന്നെ നടന്നത് ദുബായിൽ വെച്ചിട്ടാണ്. 2025 ചാമ്പ്യൻസ് ട്രോഫി ഫൈനൽ മത്സരത്തിലെ താരം രോഹിത് ശർമ്മയായിരുന്നു. 2025 ചാമ്പ്യൻസ് ട്രോഫി ഫൈനൽ മത്സരത്തിലെ താരം ഇന്ത്യയുടെ രോഹിത് ശർമ്മയാണ്. 2025 ചാമ്പ്യൻസ് ട്രോഫി ടൂർണമെന്റിലെ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ന്യൂസിലൻഡിന്റെ രജിൻ രവീന്ദ്രയാണ്. 2025 ചാമ്പ്യൻസ് ട്രോഫി ടൂർണമെന്റിലെ താരം ന്യൂസിലൻഡിന്റെ രജിൻ രവീന്ദ്രയാണ്. 2025 ചാമ്പ്യൻസ് ട്രോഫി ജേതാക്കളായ ഇന്ത്യൻ ടീമിനെ നയിച്ചത് രോഹിത് ശർമ്മയാണ്. 2025 ചാമ്പ്യൻസ് ട്രോഫി ജേതാക്കളായ ഇന്ത്യൻ ടീമിനെ നയിച്ചത് രോഹിത് ശർമ്മയാണ്. 2025 ചാമ്പ്യൻസ് ട്രോഫി ജേതാക്കൾ ഇന്ത്യയാണ്. ഇന്ത്യയുടെ മൂന്നാമത്തെ ചാമ്പ്യൻസ് ട്രോഫി കിരീടമായിരുന്നു 2025 ഇന്ത്യ ഫൈനലിൽ പരാജയപ്പെടുത്തിയത് ന്യൂസിലൻഡിനെയാണ്. 2025 ചാമ്പ്യൻസ് ട്രോഫിക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം പാകിസ്ഥാനാണ്. ഇന്ത്യയുടെ മത്സരങ്ങൾ നടന്നത് ദുബായിൽ വെച്ചിട്ടാണ്. 2025 ചാമ്പ്യൻസ് ട്രോഫി ഫൈനൽ മത്സരത്തിലെ താരം രോഹിത് ശർമ്മയാണ്. ടൂർണമെന്റിലെ താരം ന്യൂസിലൻഡിന്റെ രജിൻ രവീന്ദ്രയുമാണ്. ഇന്ത്യയെ ഫൈനലിൽ നയിച്ചത് അല്ലെങ്കിൽ ഇന്ത്യൻ ടീമിന്റെ നായകനായിരുന്നത് രോഹിത് ശർമ്മയാണ്. 2025 ചാമ്പ്യൻസ് ട്രോഫി നേടിയ ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ. പ്രധാനമന്ത്രിയുടെ ഇന്റേൺഷിപ്പ് പദ്ധതി 2025 ആരംഭിച്ച മന്ത്രാലയം കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയമാണ്. പ്രധാനമന്ത്രിയുടെ ഇന്റേൺഷിപ്പ് പദ്ധതി 2025 ആരംഭിച്ച മന്ത്രാലയം കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയമാണ്. കൊല്ലം ജില്ല രൂപീകൃതമായതിന്റെ 75ാം വാർഷികത്തോടനുബന്ധിച്ച് ഇൻഫോർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ കൊല്ലം ആശ്രാമം മൈതാനിയിൽ സംഘടിപ്പിച്ച പ്രദർശന വിപണന മേളയാണ് കൊല്ലം അറ്റ് 75. കൊല്ലം ജില്ല രൂപീകൃതമായതിന്റെ 75ാം വാർഷികത്തോടനുബന്ധിച്ച് ഇൻഫോർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ കൊല്ലം ആശ്രാമം മൈതാനിയിൽ സംഘടിപ്പിച്ച പ്രദർശന വിപണന മേളയാണ് കൊല്ലം അറ്റ് 75. 1949 ജൂലൈ 1 കൊല്ലം ജില്ല രൂപീകൃതമായത്. കൊല്ലം ജില്ല രൂപീകൃതമായതിന്റെ 75ാം വാർഷികത്തോടനുബന്ധിച്ച് ഇൻഫോർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ കൊല്ലം ആശ്രാമം മൈതാനിയിൽ സംഘടിപ്പിച്ച പ്രദർശന വിപണന മേളയുടെ പേരാണ് കൊല്ലം അറ്റ് 75. മുഖ്യമന്ത്രി ബാലികാ സമൃദ്ധി യോജന, മുഖ്യമന്ത്രി കന്യാ ആത്മനിർഭർ യോജന എന്നീ പദ്ധതികൾ ആരംഭിച്ച സംസ്ഥാനം ത്രിപുരയാണ്. മുഖ്യമന്ത്രി ബാലികാ സമൃദ്ധി യോജന, മുഖ്യമന്ത്രി കന്യാ ആത്മനിർഭർ യോജന എന്നീ പദ്ധതികൾ ആരംഭിച്ച സംസ്ഥാനമാണ് ത്രിപുര. 2025 ഓസ്ട്രേലിയയിൽ വീശിയ ചുഴലിക്കാറ്റാണ് ആൽഫ്രഡ്. 2025 ഓസ്ട്രേലിയയിൽ വീശിയ ചുഴലിക്കാറ്റാണ് ആൽഫ്രഡ്. 2025 ഫിഫ ക്ലബ്ബ് ലോകകപ്പ് ടൂർണമെന്റ് വേദി USA ആണ്. 2025 ഫിഫ ക്ലബ്ബ് ലോകകപ്പ് ടൂർണമെന്റ് വേദി USA ആണ്. 1000 ഭ്രമണപഥയാത്രകൾ പൂർത്തിയാക്കിയ സ്പെഡെക്സ് ഉപഗ്രഹങ്ങളെ വിക്ഷേപിച്ച PSLV ദൗത്യത്തിന്റെ ഭാഗമായുണ്ടായിരുന്ന ചെറു ഉപഗ്രഹമാണ് പോയം-4. 1000 ഭ്രമണപഥയാത്രകൾ പൂർത്തിയാക്കിയ സ്പെഡെക്സ് ഉപഗ്രഹങ്ങളെ വിക്ഷേപിച്ച PSLV ദൗത്യത്തിന്റെ ഭാഗമായുണ്ടായിരുന്ന ചെറു ഉപഗ്രഹമാണ് പോയം-4.
പോയം എന്നതിന്റെ പൂർണ്ണരൂപം PSLV ഓർബിറ്റൽ എക്സ്പെരിമെന്റ് മൊഡ്യൂൾ എന്നതാണ്. പോയം എന്നതിന്റെ പൂർണ്ണരൂപം PSLV ഓർബിറ്റൽ എക്സ്പെരിമെന്റ് മൊഡ്യൂൾ എന്നതാണ്. വിക്ഷേപണം കഴിഞ്ഞാൽ ബഹിരാകാശ മാലിന്യമാകുകയും പിന്നീട് കത്തിത്തീർന്ന് കടലിൽ പതിക്കുകയും ചെയ്യുമായിരുന്ന PSLV റോക്കറ്റിന്റെ 4ാമത്തെ ഘട്ടത്തെയാണ് ഉപഗ്രഹമാക്കി ചെറിയ കാലയളവിൽ പരീക്ഷണങ്ങൾക്കായി ഉപയോഗിച്ചത്. 1000 ഭ്രമണപഥ യാത്രകൾ പൂർത്തിയാക്കിയ ഫെഡെക്സ് ഉപഗ്രഹങ്ങളെ വിക്ഷേപിച്ച PSLV ദൗത്യത്തിന്റെ ഭാഗമായി ഉണ്ടായിരുന്ന ചെറു ഉപഗ്രഹമാണ് പോയം 4. പോയം എന്നതിന്റെ പൂർണ്ണരൂപം PSLV ഓർബിറ്റൽ എക്സ്പെരിമെന്റ് മൊഡ്യൂൾ എന്നതാണ്. 2025 മാർച്ചിൽ അന്തരിച്ച തിരുമല തിരുപ്പതി ദേവസ്ഥാനത്തിന്റെ മുൻ ആസ്ഥാന വിദ്വാനായിരുന്ന പ്രശസ്ത കർണാടക സംഗീതജ്ഞനാണ് ഗരിമെല്ല ബാലകൃഷ്ണ പ്രസാദ്. 2025 മാർച്ചിൽ അന്തരിച്ച തിരുമല തിരുപ്പതി ദേവസ്ഥാനത്തിന്റെ മുൻ ആസ്ഥാന വിദ്വാനായിരുന്ന പ്രശസ്ത കർണാടക സംഗീതജ്ഞനാണ് ഗരിമെല്ല ബാലകൃഷ്ണ പ്രസാദ്. കേന്ദ്ര സാഹിത്യ അക്കാദമി വിവർത്തന പുരസ്കാരം 2024 മലയാള ഭാഷയിലേക്കുള്ള വിവർത്തന പുരസ്കാരം ലഭിച്ചത് KV കുമാരനാണ്. കേന്ദ്ര സാഹിത്യ അക്കാദമി വിവർത്തന പുരസ്കാരം 2024 മലയാള ഭാഷയിലേക്കുള്ള വിവർത്തന പുരസ്കാരത്തിന് അർഹനായത് ശ്രീ KV കുമാരനാണ്. അദ്ദേഹത്തിന് പുരസ്കാരത്തിന് അർഹമാക്കിയ കൃതി യാനം എന്ന കൃതിയാണ്. SL ഭൈരപ്പയുടെ കന്നഡ നോവലാണ് യാനം. മലയാള ഭാഷയിലെ വിവർത്തനത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് ശ്രീ KV കുമാരനാണ്. SL ഭൈരപ്പയുടെ കന്നഡ നോവലായ യാനം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തതിനാണ് ശ്രീ KV കുമാരന് പുരസ്കാരം ലഭിച്ചത്. കേന്ദ്ര സാഹിത്യ അക്കാദമി വിവർത്തന പുരസ്കാരം 2024 മലയാള ഭാഷയിലേക്കുള്ള വിവർത്തനത്തിന് പുരസ്കാരം ലഭിച്ചത് ശ്രീ KV കുമാരനാണ്. പുരസ്കാരത്തിന് അദ്ദേഹത്തെ അർഹമാക്കിയ കൃതി യാനം എന്ന കൃതിയാണ്. SL ഭൈരപ്പയുടെ കന്നഡ നോവലാണ് യാനം. കേന്ദ്ര സാഹിത്യ അക്കാദമി വിവർത്തന പുരസ്കാരം 2024 തമിഴ് ഭാഷയിലെ വിവർത്തന പുരസ്കാരം ലഭിച്ച മലയാളിയാണ് P. വിമല. കേന്ദ്ര സാഹിത്യ അക്കാദമി വിവർത്തന പുരസ്കാരം 2024 തമിഴ് ഭാഷയിലെ വിവർത്തന പുരസ്കാരം ലഭിച്ച മലയാളി P. വിമലയാണ്. നളിനി ജമീലയുടെ എന്റെ ആണുങ്ങൾ എന്ന ആത്മകഥ തമിഴ് ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തതിനാണ് മലയാളിയായ P. വിമലയ്ക്ക് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. കേന്ദ്ര സാഹിത്യ അക്കാദമി വിവർത്തന പുരസ്കാരം 2024 തമിഴ് ഭാഷയിലെ വിവർത്തന പുരസ്കാരം ലഭിച്ച മലയാളിയാണ് P. വിമല. P. വിമലയെ പുരസ്കാരത്തിന് അർഹമാക്കിയ കൃതി എന്റെ ആണുങ്ങൾ എന്ന കൃതിയാണ്. എന്റെ ആണുങ്ങൾ എന്നത് നളിനി ജമീലയുടെ ആത്മകഥയുമാണ്.